1.25 കോടി മുടക്കി നിർമ്മിച്ച ഒരു മത്സ്യ മാർക്കറ്റ് മലപ്പുറം വണ്ടൂരിൽ വെറുതെ കിടന്ന് നശിക്കുകയാണ്. പഞ്ചായത്ത് 2 തവണ ലേലം നടത്തിയിട്ടും മത്സ്യവ്യാപാരികൾ തിരിഞ്ഞു നോക്കിയില്ല. കെട്ടിടം മത്സ്യവ്യാപാരത്തിന് അനുയോജ്യമല്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. മത്സ്യവിൽപ്പനയ്ക്കും ഉണക്കമീൻ സംഭരണത്തിനുമായാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെ 1.25 കോടി രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. 1.5 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയായ ഈ ഇരുനില കെട്ടിടം 2 തവണ പഞ്ചായത്ത് ലേലത്തിന് വെച്ചു. ലേലത്തിലെടുക്കാൻ ആരും എത്തിയില്ല. ഒരു മത്സ്യ മാർക്കറ്റുമായി അനുയോജ്യമായിട്ടുള്ള രൂപത്തിലല്ല ഇതിന് നിർമ്മാണം തന്നെ. കോടിക്കണക്കിന് രൂപ ഫണ്ട് ചെലവഴിച്ച് മാറ്റി എന്നല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കച്ചവടക്കാരോട് മറ്റുള്ളവരും ചോദിക്കുന്ന സമയത്ത് ഇതിപ്പോൾ 2 പ്രാവശ്യം ഇതിൻ്റെ ലേലം വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ ലേലത്തിൽ നിന്ന് ആളുകൾ തെന്നി മാറാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ അനുയോജ്യമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടില്ല. നിങ്ങൾ നോക്കി, മീൻ കച്ചവടത്തിന് ഓരോ സ്റ്റാൾ ഉണ്ടാക്കിയ 21 സ്റ്റാളത് 21 സ്റ്റാള് ഇപ്പം പറയുന്ന 4 സ്റ്റാൾ 5 സ്റ്റാൾ. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 70 ലക്ഷം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 10-38 ലക്ഷം റുപ്യ ആണ് വാങ്ങി വെക്കാൻ. എങ്ങനെയെങ്കിലും ഈ കാശ് ചിലവാക്കിയാണ്ട് അതുകൊണ്ട് എടുക്കണം. അതിൻ്റെ 20% പറ്റണമെന്നില്ല ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ബോധ്യം ഇതിൻ്റെ ഉള്ളിൽ കണ്ടാൽ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടാൽ പട്ടാമ്പി അടക്കമുള്ള സ്ഥലങ്ങളിൽ സമാന രീതിയിലുള്ള കെട്ടിടങ്ങളിൽ മത്സ്യമാർക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. മാർച്ച് 9-ന് ഒരു തവണ കൂടി ലേലം നടത്താനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 മലപ്പുറം.